നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ആയിരക്കണക്കിന് വിശ്വാസികളെത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ സൈന്യത്തിന് ആദരമർപ്പിച്ചും ഗസയിലെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് പിന്തുണ നൽകിയും പ്രമുഖരുടെ പെരുന്നാൾ സന്ദേശങ്ങൾ. ഗുരുവായൂർ നഗരസഭയുടെ ക്യാപ്റ്റൻ ലക്ഷ്മി ഷീ സ്റ്റേ ഹോം നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 111-ാം ശ്രാദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇത്തവണ ഒരുക്കുന്നത് 20,000 പേർക്കുള്ള സദ്യ, 5,000 പേർക്കുള്ള അരി അവൽ പാക്കറ്റുകളും ശ്രാദ്ധമധുരവും ഒരുക്കിയിട്ടുള്ളതായും ഭാരവാഹികൾ. സ്കൂബ ഡൈവിംഗിനിടെ ഓക്സിജൻ കുറഞ്ഞു. ദുബായിൽ വേലൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. വേലൂർ ഒലക്കെങ്കിൽ പോളിന്റെ മകൻ 29 വയസ്സുള്ള ഐസക്കാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നവരും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ. എരുമപ്പെട്ടി മങ്ങാട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. വിശദമായ വാർത്തയിലേക്ക്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന് ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ത്യാഗം, സഹനം, സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ സ്മരണയിലാണ് വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇബ്രാഹിം നബിക്കുണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും തന്റെ ദാസന്റെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചതായാണ് വിശ്വാസം. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. അടിയുറച്ച വിശ്വാസത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. അദ്ഹ എന്ന അറബി വാക്കിന്റെ അർത്ഥം ബലി എന്നാണ്. ഈദുൽ അദ്ഹ എന്നാൽ ബലിപെരുന്നാൾ എന്നാണ് അർത്ഥം. ബലിപെരുന്നാൾ ദിനത്തിൽ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ മനസ്സുകൊണ്ട് മക്കയിലെ വിശുദ്ധ മണ്ണിൽ തീർത്ഥാടനം നടത്തി. ജീവിതത്തിൽ അന്നോളം പറ്റിയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ക്ഷമ ചോദിച്ച്, കണ്ണീരുകൊണ്ട് മനസ്സിനെ സ്വയം ശുദ്ധീകരിച്ച്, പ്രപഞ്ചനാഥനു മുന്നിൽ സ്വയം സമർപ്പിച്ച് ഇനി തെറ്റുകളിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൈവത്തെ സാക്ഷിയാക്കി പ്രതിജ്ഞയെടുത്ത് ആത്മചൈതന്യം നേടിയാണ് പള്ളികളിൽ നിന്നും വിശ്വാസികൾ മടങ്ങിയത്. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ആയിരക്കണക്കിന് വിശ്വാസികളെത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ സൈന്യത്തിന് ആദരമർപ്പിച്ചും ഗസയിലെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് പിന്തുണ നൽകിയുമായിരുന്നു പ്രമുഖരുടെ പെരുന്നാൾ സന്ദേശം. മന്ദലാംകുന്ന് ബീച്ചിൽ പെരുന്നാൾ ദിനത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമായി തുടരുമ്പോഴും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ നൂറുകണക്കിന് പേരാണ് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയത്. കുറച്ച് ദിവസങ്ങളിലായി തിമിർത്ത് പെയ്തിരുന്ന മഴയ്ക്ക് സ്വൽപ്പം ആശ്വാസം ഉണ്ടായതാണ് അപ്രതീക്ഷിത തിരക്കുണ്ടാകാൻ കാരണം. മഴക്കാലമായതിനാൽ സന്ദർശകർ കുറവായിരിക്കുമെന്ന് കരുതി തട്ടുകടകളും കുട്ടികളുടെ കളിപ്പാട്ട സ്റ്റാളുകളുമെല്ലാം പൊതുവെ കുറവായിരുന്നു. കുട്ടികളുടെ പാർക്കിൽ സാമാന്യം ഭേദപ്പെട്ട തിരക്കാണ് ദൃശ്യമായത്. മുൻ വർഷങ്ങളിൽ മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീച്ച് ഫെസ്റ്റിവൽ നടത്താറുണ്ടായിരുന്നു. എന്നാൽ മഴക്കാലമായതിനാൽ ഈ വർഷം ഇതെല്ലാം ഒഴിവാക്കുകയായിരുന്നു. സമീപത്തെ പെരിയമ്പലം, അണ്ടത്തോട്, വെളിയങ്കോട് എന്നിവിടങ്ങളിൽ കൂടുതൽ തീരപ്രദേശങ്ങൾ കടലെടുത്ത സാഹചര്യത്തിലാണ് മന്ദലാംകുന്ന് ബീച്ചിൽ ആളേറിയത്. ഇവിടങ്ങളിൽ ശക്തമായ തിരകൾ ഉണ്ടായതിന്റെ ഭാഗമായി ആളുകൾ ഇറങ്ങുന്ന ഭാഗത്ത് വലിയ മടകളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം എളുപ്പത്തിൽ നടത്താൻ പ്രയാസമാണ്. എന്നാൽ മന്ദലാംകുന്ന് ബീച്ചിൽ കൂടുതൽ തീരപ്രദേശങ്ങൾ ഉള്ളതിനാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യവും ഇടതൂർന്നു നിൽക്കുന്ന കാറ്റാടി മരങ്ങളും സന്ദർശകർക്ക് കൂടുതൽ സൗകര്യത്തോടെ കടൽ കാണാനാകും. ഇത് കണക്കിലെടുത്താണ് സന്ദർശകരുടെ ഒഴുക്കുണ്ടായത്. അവധി ദിനങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും ഇവിടെ തിരക്ക് കൂടുതലാണ്. പട്ടം പറത്തിയും കടലിൽ കുളിച്ചും വിശാലമായ കളിസ്ഥലങ്ങളിൽ ഓടിക്കളിച്ചും പെരുന്നാൾ ദിനം ആസ്വാദകർ അവിസ്മരണീയമാക്കി. എന്നാൽ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് യാത്രികരെ വലച്ചു. സാധാരണ ദിവസങ്ങളിൽ പോലും മന്ദലാംകുന്ന് എടയൂരിൽ ദേശീയപാത ഡൈവർഷൻ ഉള്ള സ്ഥലത്ത് നല്ല തിരക്കാണ് ഉണ്ടാകാറുള്ളത്. വിശേഷ ദിവസങ്ങളിൽ ഇത് ഇരട്ടിയാകും.
ഇത് ഒഴിവാക്കുവാനുള്ള യാതൊരുവിധ നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. വടക്കേക്കാട് പോലീസിന്റെ സേവനവും ബീച്ചിലുണ്ടെങ്കിലും ഇത്തരം ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സ്ഥലത്തുകൂടി പോലീസ് സേവനം ആവശ്യമാണെന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത്. വിവിധയിടങ്ങളിലായി നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളുടെ വിശദാംശങ്ങൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. സ്കൂബ ഡൈവിംഗിനിടെ ഓക്സിജൻ കുറഞ്ഞു. ദുബായിൽ വേലൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. വേലൂർ ഒലക്കെങ്കിൽ പോളിന്റെ മകൻ ഐസക്കാണ് മരിച്ചത്. 29 വയസ്സാണ്. ജുമേരോ ബീച്ചിൽ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നതിനിടയിൽ ഓക്സിജന്റെ ലഭ്യതക്കുറവ് മൂലം ഹൃദയാഘാതം സംഭവിച്ചാണ് മരണമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഐസക്കിന്റെ ഭാര്യയും സഹോദരനും ഒപ്പമുണ്ടായിരുന്നു. ഓക്സിജൻ ലഭിക്കാതെ ശ്വാസതടസ്സം നേരിട്ട് ഇവർ ദുബായിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുവായൂർ നഗരസഭയുടെ ക്യാപ്റ്റൻ ലക്ഷ്മി ഷീ സ്റ്റേ ഹോം നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മുരളി പെരുന്നെല്ലി MLA, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി. മുൻ MP ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകൾ സുഭാഷിണി അലി വിശിഷ്ടാതിഥിയായി. നഗരസഭാ കുടുംബശ്രീ NULM സംയോജന പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനം നടന്നു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ ദേവൻ, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, AS മനോജ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസ്, സുരേഷ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല, സെക്രട്ടറി H അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നുപോകുന്ന ഗുരുവായൂർ നഗരത്തിൽ എത്തിച്ചേരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി മിതമായ നിരക്കിൽ താമസിക്കാനായാണ് നഗരസഭ ഷീ സ്റ്റേ ഹോം ഒരുക്കിയിട്ടുള്ളത്. ദേശീയ നഗര ഉപജീവന ദൗത്യം ഫണ്ടും നഗരസഭാ തനതു ഫണ്ടും പദ്ധതി വിഹിതവും കൂടി 5 കോടി രൂപയോളം ചെലവഴിച്ചാണ് ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിനോട് ചേർന്ന് ഹോമിയോ ഡിസ്പെൻസറിക്ക് സമീപം 4 നിലകളിലായി ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നഗരസഭ 28-ാം വാർഡിൽ ഔട്ടർ റിംഗ് റോഡിലെ നഗരസഭയുടെ ഏകദേശം 15 സെന്റ് സ്ഥലത്താണ് 4 നിലകളായി ആകെ 1164 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഷീ സ്റ്റേ ഹോം ഒരുക്കിയിട്ടുള്ളത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ യുവതിയുടെ മാല ബൈക്കിലെത്തി പൊട്ടിച്ച സംഭവത്തിൽ നഷ്ടപ്പെട്ട മാലയിലെ ലോക്കറ്റ് കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ സംഭവം നടന്ന സ്ഥലത്ത് സ്ത്രീകൾ നടത്തിയ തെരച്ചിലിലാണ് മാലയുടെ ലോക്കറ്റ് കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 5:30യോടെയാണ് കൊരട്ടിക്കര ആത്രപ്പുള്ളി വീട്ടിൽ ശ്രീനിവാസന്റെ ഭാര്യ സുമയുടെ 6.5 പവൻ തൂക്കം വരുന്ന മാല ബൈക്കിലെത്തിയ 2-അംഗ സംഘം കവർന്നത്. സംഭവത്തിൽ കേസെടുത്ത കുന്നംകുളം പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. കൊരട്ടിക്കര പാലച്ചോട് അമ്പലത്തിന് സമീപത്തു വെച്ചായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 2.5 സംഘത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കുന്നംകുളം SHO UK ഷാജഹാൻ പറഞ്ഞു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 111-ാം ശ്രാദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ചയാണ് ശ്രാദ്ധാചരണം. 20,000 പേർക്കുള്ള സദ്യയാണ് ഇത്തവണ ഒരുക്കുന്നത്. കൂടാതെ 5,000 പേർക്കുള്ള അരി, അവൽ പാക്കറ്റുകളും ശ്രാദ്ധമധുരവും ഒരുക്കിയിട്ടുണ്ട്. ശ്രാദ്ധദിനത്തിൽ ഇടവക അതിർത്തിയിലുള്ള 6 ആശുപത്രികളിൽ നടക്കുന്ന ഡയാലിസിസിനുള്ള തുക വറദച്ചൻ ട്രസ്റ്റ് വഹിക്കും. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വറദച്ചന്റെ ജന്മനാട് കാവീട് പള്ളിയിൽ നിന്നും ജപമാല റാലി ദേവാലയത്തിൽ എത്തിയതിനെ തുടർന്ന് കാവീട് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് വിവാഹത്തിന്റെ 25ഉം 50ഉം വർഷം പൂർത്തിയായവരെ ആദരിച്ചു. വറദച്ചൻ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ഇനം പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൈകളുടെ വിപണനവും ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 6-നും 7-നും വിശുദ്ധ കുർബാന, 10 മണിക്ക് അനുസ്മരണ ബലി, കബറടത്തിൽ ഒപ്പീസ്, അന്നിത, തുടർന്ന് ശ്രാദ്ധ സദ്യ, ആശീർവാദം, കുട്ടികൾക്കുള്ള ചോറൂണ്, ദിവ്യബലി എന്നിവയ്ക്ക് തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികനാകും. പായസം ഉൾപ്പെടെ 10 തരം വിഭവങ്ങളോടെ സദ്യ ഒരുക്കുന്നത് നൌഫൽ തൊഴിയൂറാണ്. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ജനറൽ കൺവീനർ പോളി KP, ശ്രാദ്ധസദ്യ കൺവീനർ തോമസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ ബാബു VK, സെബി താണിക്കൽ, ഡേവിസ് CK, ട്രസ്റ്റ് സെക്രട്ടറി രാജേഷ് ജാക്ക്, PRO ജോബ് സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. പുണ്യശ്ലോകനായ വറദച്ചന്റെ 111ാമത് ആണ്ട് ശ്രാദ്ധം നാളെ ജൂൺ 8-ാം തീയതി ആചരിക്കുകയാണ്. 20,000 പേർക്കോളം കൂട്ടുസദ്യ ഒരുക്കി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ഇത് അനേകർക്ക് വറദച്ചന്റെ പുണ്യ ജീവിതവും ത്യാഗോജ്വല ജീവിതം അനേകർക്ക് മാതൃകയാകുന്നതിനും
മധ്യസ്ഥത്തിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ല കാലാവസ്ഥയും നല്ല ജനസാന്നിധ്യവും നൽകി വർദ്ധച്ചനോടുള്ള സ്നേഹവും വർദ്ധച്ചനിലൂടെയുള്ള അനുഗ്രഹവും അനേകർക്ക് ഇനിയും ലഭിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂർ മേൽപ്പാലത്തിന് സമീപം വഴിയോര കച്ചവട കേന്ദ്രത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ചന്ദനത്തിരിയിൽ നിന്നാണ് തീ പടർന്നത്. ഇരിങ്ങപ്പുറം മുള്ളത്ത് അജയന്റേതാണ് കച്ചവട കേന്ദ്രം. 6 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി മങ്ങാട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശികളായ പുത്തൻപീടികയിൽ ഹക്കീം, സമദ്, ഷൗജദ, സുനൈന, ഹിസാന, ഷാഹിദ്, മുഹമ്മദ് സാദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ഒരു കാറിൽ സഞ്ചരിച്ചിരുന്നവരാണ്. ഇതിൽ 9 വയസ്സുകാരി സുനൈനയുടെ പരിക്ക് സാരമുള്ളതാണ്. വൈകിട്ട് 4:30 മങ്ങാട് സെന്റ് ജോർജ് പള്ളി ഗ്രോട്ടോയുടെ മുന്നിലാണ് അപകടമുണ്ടായത്. ഒറ്റപ്പാലത്ത് നിന്നും ചാവക്കാട്ടേക്ക് പോകുകയായിരുന്ന ആൾട്ടോ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന ടാറ്റ കർവിൽ ഇടിക്കുകയായിരുന്നു. ആറ്റൂർ സ്വദേശി ഷാഫിയും കുടുംബവുമാണ് കർവിലുണ്ടായിരുന്നത്. ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല. ഒറ്റപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഈ കാർ തെറ്റായ ദിശയിലേക്ക് കയറിയാണ് എതിരെ വന്നിരുന്ന കാറിൽ ഇടിച്ചത്. അപകടത്തിൽ ഒറ്റപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാർ പൂർണ്ണമായും തകർന്നു. അപകടം കണ്ട മറ്റു യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഷാഫിയുടെ കാറിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകരും 108 ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാർത്ഥനകൾ വിഫലം. സഹായത്തിന് കാത്തുനിൽക്കാതെ സബീഷ് മടങ്ങി. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പന്നിത്തടം വെള്ളിയാട്ടിൽ സബീഷാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. കരൾ മാറ്റിവെക്കുന്നതിനായി എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ചികിത്സാ ചെലവിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു. ജിഷ ഭാര്യയും ലക്ഷ്യ മകളുമാണ്. പാറേമ്പാടത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അവശനിലയിൽ കണ്ടെത്തിയ അജ്ഞാതൻ മരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി സ്ഥിരീകരിച്ചതോടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏകദേശം 75 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇദ്ദേഹത്തിന് ഇരുനിറമാണ്. തിരിച്ചറിയുന്നവർ കുന്നംകുളം പോലീസുമായോ മെഡിക്കൽ കോളേജുമായോ ബന്ധപ്പെടുക. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ ആശാ വർക്കർമാർ കറുപ്പ് വസ്ത്രമണിഞ്ഞ് പ്രതിഷേധ പ്രകടനം നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി വിദ്യാ രമേശ്, വിജിനി ഗോപി, KV ജ്ഞാനേശ്വരി, R രജനി, സുമാ ഗിരിജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി കൊല്ലത്ത് നിന്ന് സൈക്കിളിൽ കേരള പര്യടനം നടത്തുന്ന റിട്ടയേർഡ് SI ഷാജഹാന് കുന്നംകുളത്ത് സ്വീകരണം നൽകി. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള അക്കാദമി ഫോർ പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റർ ഡയറക്ടർ പ്രദീപ്, PRO റിട്ടയേർഡ് സ്പെഷ്യൽ ബ്രാഞ്ച് SI അശോക് കുമാർ, റിട്ടയേർഡ് SI ഷാജഹാൻ, കോർഡിനേറ്റർ പ്രജീഷ് കൃഷ്ണ, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റർ ഹെഡ് ഹരീഷ് എന്നിവർ സംസാരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 60ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. എന്താ സാറേ വിളിക്കണോന്ന് ചോദിച്ചു. പോലീസ് അവരെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പോയി നോക്കി തിരിച്ചു മോനെ അവിടെ കാണുന്നില്ല. ഇപ്പോൾ GP ഇറക്കി കളിച്ചിട്ടാണോ ആണെന്ന്. അപ്പോൾ ആ അമ്മയോട് പറഞ്ഞു, ഒന്നര 1 വർഷമായിട്ട് ഇവർ മുകളിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി ഇറങ്ങി പോകുന്നത്, പോയി ഈ ലഹരി വിൽക്കുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ആ അമ്മയുടെ വിശ്വാസം, അച്ഛൻ്റെ വിശ്വാസം അവിടെ തകർന്നു. ഞാൻ ഇവിടെ പറയുന്നില്ല, ഞാൻ നിങ്ങളത് ഉപയോഗിക്കുന്നത് പറയാൻ വേണ്ടി വന്നതല്ല. കാരണം അതിനുള്ള ആ പ്രായോഗിക മുമ്പോട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ സാധനം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണമെന്നുള്ളതാണ്. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് 6:30 പാട്ടുകുർബാന, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. ഇടവകാംഗം ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആഘോഷമായ പാട്ടുകുർബാന, പ്രദക്ഷിണം, ഊട്ട്, ആശീർവാദം എന്നിവ നടക്കും. തൃശൂർ സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണങ്ങാടൻ കാർമ്മികത്വം വഹിക്കും.
തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മീഡിയ സ്റ്റഡീസ് ഡയറക്ടർ ഫാദർ ഫിജോ ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകും. സെന്റ് അൽഫോൺസ യൂണിറ്റ്, സെന്റ് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ്, സെന്റ് ജോൺ വിയാനി യൂണിറ്റ് ആൻഡ് സെന്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റ് എന്നിവരാണ് തിരുനാൾ കുർബാന ഏറ്റെടുത്ത് നടത്തുക. നേർച്ച ഭക്ഷണപ്പൊതി, പ്രത്യേകം പാക്ക് ചെയ്ത പായസം എന്നിവ വാങ്ങിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുശേഷിപ്പും തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ഉണ്ടാകും. തിരുനാളിനെ വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, ബെഫിൻ അറങ്ങാശ്ശേരി, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ ഡേവിഡ് അതിയുന്തൻ, വിൻസെന്റ് ചുങ്കത്ത്, അഖിൽ അറങ്ങാശ്ശേരി, തോമസ് കുണ്ടുകുളം, സിൻഡോ ചൂണ്ടൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. കുന്നുകുളം ലയൺസ് ക്ലബിന്റെയും മണപ്പുറം ഫൗണ്ടേഷന്റെയും കരുതലിൽ സ്നേഹഭവനം ഒരുങ്ങുന്നു. വാഹന അപകടത്തെ തുടർന്ന് 20 വർഷത്തോളമായി അരയ്ക്ക് താഴെ തളർന്ന് ജീവിതം തള്ളി നീക്കുന്ന കീഴൂർ സ്വദേശി KS ബിനുവിന്റെ കുടുംബത്തിനാണ് സ്നേഹഭവനം ഒരുങ്ങുന്നത്. കുന്നുകുളം ലയൺസ് ക്ലബിന്റെ പ്രധാന സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വീട് നിർമ്മാണം. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ലയൺസ് ക്ലബ് പ്രസിഡന്റ് CK അപ്പുമോന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വീടിന്റെ കട്ടിളവെപ്പ് ലയൺസ് ഇന്റർനാഷണൽ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി എനോക്കാരൻ നിർവഹിച്ചു. ലയൺസ് ഇന്റർനാഷണൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ, സോൺ ചെയർമാൻ ഗിൽബർട്ട് എസ് പാർമേൽ, കുന്നുകുളം ലയൺസ് ക്ലബ് പ്രസിഡന്റ് CK അപ്പുമോൻ, സെക്രട്ടറി സുജിക്സ് K അലക്സ്, ട്രഷറർ VV ജോസ് എന്നിവരും ക്ലബ്ബ് മെമ്പർമാരും ബിനുവിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 6 മാസത്തിനകം വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി ഫലവൃക്ഷത്തൈ നട്ടു. ഗവർണറുടെ ഓഫീസിലെ ഭാരതാംബ വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ ഒരുക്കിയത്. കോടമന നാരായണൻ നായർ സ്മാരക മന്ദിരത്തിന് സമീപം നടത്തിയ ചടങ്ങിൽ വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുധീഷ് അമരായിൽ ഫലവൃക്ഷത്തൈ നട്ടു. അസിസ്റ്റന്റ് സെക്രട്ടറി T ഭാസ്കരൻ ദേശീയ പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VM മനോജ്, KV ജിതേഷ്, ബിജു കണ്ടംപുള്ളി, KJ ജഗന്നാഥ് എന്നിവർ നേതൃത്വം നൽകി. വേലൂർ ചുങ്കം റോഡിന് സമീപം പിക്കപ്പ് വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. തയ്യൂർ കളത്തിൽ വീട്ടിൽ 57 വയസ്സുള്ള ഗിരീഷ് നായർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30ഓടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഗിരീഷിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെങ്ങേമുക്ക് കരിച്ചാൽ കടവ് റോഡിന് സമീപത്തെ കലുങ്കിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കിയില്ല. ഇതോടെ മഴവെള്ളം ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. മൂലേപ്പാട് ഭാഗത്തു നിന്നുള്ള വെള്ളം കാന വഴി ഈ കലുങ്കിലേക്ക് ഒഴുകി വരുന്നത് കലുങ്കിനടിയിലൂടെ വെള്ളം പാടത്തേക്ക് ഒഴുകിപ്പോകുകയാണ് പതിവ്. ഇത്തവണ ആദ്യ മഴയിൽ തന്നെ മാലിന്യങ്ങൾ ഒഴുകിയെത്തി കലുങ്കിനടിയിൽ കെട്ടിക്കിടന്നു. പിന്നീട് മഴവെള്ളം ഒഴുകിപ്പോകാതെയായി. മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ദുർഗന്ധവും വമിക്കുന്നുണ്ട്. മഴക്കാലത്തിന് മുന്നോടിയായി മുൻപ് കാനകളും കലുങ്കുകളും ശുചിയാക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഈ ഭാഗത്ത് കലുങ്ക് വൃത്തിയാക്കിയില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഈ ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മാലിന്യം തള്ളുന്നത് പതിവാകുകയാണ്. കലുങ്ക് വൃത്തിയാക്കുകയും മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാവക്കാട് നഗരസഭ പൂക്കുളം അശാസ്ത്രീയ നിർമ്മാണ പരാജയത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി 11ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. നഗരസഭ മുൻ വൈസ് ചെയർമാൻ EJ ജോസ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. 1999 പ്രവർത്തനം തുടങ്ങി ഇതുവരെ 1,34,00,000 രൂപ പാഴ്ചെലവ് ചെയ്ത് ലക്ഷ്യം കണ്ടില്ലെന്നും ഇതിന് ബന്ധപ്പെട്ടവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും EJ ജോസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KV സത്താർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. പ്രവർത്തകരായ അയ്യൂബ് കിക്കിരിമുട്ടം, KV ഷംസുദ്ദീൻ, അമീർ, അനീർ, മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. വിജിലൻസിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുവാൻ ഒപ്പുശേഖരണം നടത്തി. സുരേഷ് പൊന്നരാശ്ശേരി സ്വാഗതവും വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അഫ്സൽ കിക്കിരിമുട്ടം നന്ദിയും പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബെല്ലാട്രിക്സ് 2025 എന്ന പേരിൽ അനുമോദന സദസ്സ് നടത്തി. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയുമാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം സംസ്ഥാന സിനിമാ ഗാന അവാർഡ് ജേതാവ് BK ഹരിനാരായണൻ നിർവഹിച്ചു. മാറത്തിൻ ചൂടേറ്റെന്നും ചാഞ്ഞുമയങ്ങണ പൈങ്കിളി
മുസ്ലിം മലയാളികൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അംഗീകരിക്കാൻ വല്ലാത്ത മടിയാണ്. അത് മാറി വരുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരാളെ പൊന്തിച്ചു കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് ഇടും. ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഒരാളെ പറ്റി 10 നല്ല കമന്റ് കണ്ടു കഴിഞ്ഞാൽ 11ാമത്തെ കമന്റ് അയാളെ കുറ്റം പറഞ്ഞില്ല. ഒരു കുറ്റമില്ലാത്ത മനുഷ്യനാണെങ്കിൽ പോലും കുറ്റം പറഞ്ഞിട്ടായിരുന്നു. അതാണ് നമ്മുടെ ഒരു സ്വഭാവം. മൊത്തത്തില് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം ആണ് നമ്മുടെ നാട്. ചില ആളുകൾക്കാണെങ്കിൽ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അംഗീകാരം കിട്ടിക്കൊണ്ടേയിരിക്കും. പദ്ധതി വിഹിതം പൂർണ്ണമായി വിനിയോഗിച്ച മികച്ച പഞ്ചായത്തിന് അംഗീകാരം ലഭിച്ച പോർക്കുളം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ 100% അഭിനന്ദനാർഹമാണെന്നും അതിലുപരി അർഹതയുള്ളവരെ അംഗീകരിക്കുന്നതിലും മുൻപന്തിയിലാണ് പോർക്കുളം പഞ്ചായത്തെന്നും ഹരിനാരായണൻ പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്തിന്റെ ഉപഹാരം ഹരിനാരായണന് പ്രസിഡന്റ് സമ്മാനിച്ചു. ചടങ്ങിൽ കരിയർ ഗൈഡൻസ് കൗൺസിൽ ഡോക്ടർ VC ബിനോജ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, വൈസ് പ്രസിഡന്റ് ജിഷ ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഖില മുകേഷ്, PC കുഞ്ഞൻ, പ്രതിപക്ഷ നേതാവ് KA ജ്യോതിഷ്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ സ്കൂളിനും കേരളോത്സവത്തിൽ കളരിപ്പയറ്റിൽ 1ാം സ്ഥാനം നേടിയ ഹരിനന്ദനെയും നാടോടി നൃത്തത്തിൽ 3ാം സ്ഥാനം നേടിയ സാന്ദ്രയെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് ഡോക്ടർ ബിനോജിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു. അക്കിക്കാവ് പഴഞ്ഞി ഹൈടെക് റോഡിൽ ജലവിതരണ പൈപ്പ് പൊട്ടി അറ്റകുറ്റപ്പണി നടത്തിയ ഭാഗത്ത് വീണ്ടും പൈപ്പ് പൊട്ടി. 1 മാസത്തോളമായി ഈ ഭാഗത്ത് റോഡ് ഇടിഞ്ഞു താഴുന്ന പ്രശ്നമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. സംസ്ഥാന പാതയിലെ ഗതാഗതക്കുരുക്ക് മൂലം ചരക്ക് ലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾ പഴഞ്ഞി വഴിയാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ബാഹുല്യമാണ് റോഡ് തകരാൻ കാരണമായത്. 1 കോടി രൂപ ചെലവിട്ട് അത്യാധുനിക രീതിയിൽ നിർമ്മിച്ചതാണ് അക്കിക്കാവ് പഴഞ്ഞി റോഡ്. നിർമ്മാണം പൂർത്തിയായി 1 വർഷത്തിനകം തന്നെ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് പൊളിച്ചിരുന്നു. റോഡിന്റെ അടിഭാഗത്തു കൂടി പോകുന്ന പൈപ്പുകൾ റോഡരികിലേക്ക് മാറ്റി സ്ഥാപിക്കാതെയാണ് അന്ന് പണി പൂർത്തിയാക്കിയിരുന്നത്. മന്ദലാംകുന്ന് വെട്ടിപ്പുഴയിൽ കാറും സ്കൂട്ടറും ഇടിച്ച് അപകടം. സ്കൂട്ടർ യാത്രക്കാരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. മന്ദലാംകുന്ന് ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്കൂട്ടർ തമ്പുരാൻപടി കണ്ടുബസാർ റോഡ് വെട്ടിപ്പുഴ സെന്ററിൽ വെച്ച് ഇടിക്കുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് അപകടം. ഗുരുവായൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുകയായിരുന്ന കുടുംബം സഞ്ചരിക്കുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകരുകയും കാറിന് ഭാഗികമായി തകരാർ സംഭവിക്കുകയും ചെയ്തു. നിസ്സാര പരിക്കേറ്റവരെ സ്കൂട്ടർ യാത്രികരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സത്യജിത് റായ് ഗോൾഡൻ പെൻബുക്ക് അവാർഡ് ജേതാവ് മുസ്തഫ പെരുമ്പറമ്പത്തിനെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ആദരിച്ചു. കൊച്ചന്നൂരിലെ പൂമുഖം സാംസ്കാരിക നിലയത്തിൽ നാട്ടുകാരും സുഹൃത്തുക്കളും ഒരുക്കിയ സ്നേഹസംഗമത്തിൽ നോവലിസ്റ്റ് ഹനീഫ കൊച്ചന്നൂരും ഫാറൂഖ് മങ്കുളങ്ങരയും ചേർന്ന് മുസ്തഫയെ പൊന്നാട ചാർത്തി. ഉസ്മാൻ പള്ളിക്കരയിൽ, കരീം കുന്നംകാട്ടിൽ ബഷീർ, ബാബു നാസർ അൽദാന, ഫസലു പള്ളിക്കരയിൽ, ജംഷിയു A എന്നിവർ സംസാരിച്ചു. മുസ്തഫ മറുപടി പ്രസംഗം നടത്തി. അഷ്റഫ് പേങ്ങാട്ടയിൽ ആമുഖ പ്രസംഗവും ബിജു കണ്ടംപുള്ളി നന്ദിയും പറഞ്ഞു. കഥാസമാഹാരത്തിന് ഏർപ്പെടുത്തിയ സത്യജിത് റായ് ഗോൾഡൻ പെൻബുക്ക് അവാർഡ് ഒപ്പാരി എന്ന പുസ്തകത്തിനാണ് ലഭിച്ചത്. കൊച്ചന്നൂർ സ്വദേശിയായ മുസ്തഫ പെരുമ്പറമ്പത്തിന്റെ 2ാമത്തെ പുസ്തകമാണ് ഒപ്പാരി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. കണ്ണൂർ തലശ്ശേരി പൂവാടൻ ജിഗേഷാണ് മരിച്ചത്. 45 വയസ്സാണ്. തെക്കേ നടയിൽ കുഴഞ്ഞു വീണ ജിഗേഷിനെ ദേവസ്വം ആംബുലൻസിൽ ചാവക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്നുച്ചയ്ക്ക് 12:15 സംഭവം. മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എറണാകുളം സെന്റ് ഒസ്താത്യോസ് ലീബ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ നേതൃത്വത്തിൽ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ആദരവ് നൽകി. വെള്ളിയാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ കൊച്ചി കോർപ്പറേഷനും എറണാകുളം പൗരാവലിയും ചേർന്ന് നൽകിയ പൗരസ്വീകരണ ചടങ്ങിൽ വെച്ചാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് ഇടവക ആദരവ് നൽകിയത്. ട്രസ്റ്റി PK ജിജു ഹാരാർപ്പണവും സെക്രട്ടറി PP ഷാജു ബൊക്കയും നൽകി. കുന്നംകുളം, ചാലിശ്ശേരി, ചേലക്കര, പെങ്ങാമുക്ക്, പാറന്നൂർ, പഴഞ്ഞി, കട്ടിളപ്പൂവം എന്നിവിടങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമായി കച്ചവടവും ജോലിയുമായി എത്തിയ 150 കുടുംബങ്ങൾ ചേർന്നാണ് കുന്നംകുളത്ത് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ സെന്റ് ഒസ്താത്യോസ് ലീബ ബാവയുടെ നാമധേയത്തിൽ ദേവാലയം സ്ഥാപിച്ചത്. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇടവകയിൽ നിന്നുള്ള നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകളും നമസ്കാരവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് SMK തങ്ങൾ അൽ മുഖൈബിലി ദേശമംഗലം നേതൃത്വം നൽകി. പ്രാർത്ഥനാ സദസ്സും ഖബർ സിയാറത്തും നടന്നു. അഷ്റഫി, സ്വാലി ലത്തീഫ്, മഹൽ പ്രസിഡന്റ് PK സുലൈമാൻ, സെക്രട്ടറി PY അബുസാലി, ട്രഷറർ KK സിയാദ്, കമ്മിറ്റി അംഗങ്ങളായ KU കബീർ, KS ഇബ്രാഹിം, PV സുലൈമാൻ, NK മുഹമ്മദ്, NA അബുതാഹിർ, MK ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും ഖത്തീബ് അത്തീബുർ റഹ്മാൻ ബാഖവി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങൽ പെരുന്നാൾ സന്ദേശം നൽകി. സമൂഹ പ്രാർത്ഥനയും ഖബർ സിയാറത്തും മധുര വിതരണവും ഒളുഹിയത്തും നടന്നു. സെക്രട്ടറി MM നിഷാദ്, വൈസ് പ്രസിഡന്റുമാരായ KA ഫരീദ് അലി, MM ഇല്യാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ PM യൂസഫ്, ഷാക്കിർ, ട്രഷറർ കബീർ മിലാനോ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുതുവട്ടൂർ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മഹല്ല് ഖാളി സുലൈമാൻ അസ്ഹരി നേതൃത്വം നൽകി. മുതുവട്ടൂർ രാജാ ഹാളിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ ഹസീബ്, ഭാരവാഹികളായ PV ഉസ്മാൻ, മുസ്തക്കി, VV ഷെരീഫ്, ഹക്കീം ഇംബാറക്, MP ബഷീർ, അബ്ദുൾ ജലീൽ, PM അബ്ദുൾ ഹബീബ്, RV അബ്ദുൾ റഷീദ്, TS നിസാമുദ്ദീൻ, നാദിർ ഷാ, ഹംസക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. മസ്ജിദുൽ റഹ്മ മഹല്ല് കമ്മിറ്റി പെരുമ്പിലാവ് അൻസാർ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും ഖത്തീബ് സലിം മമ്പാട് നേതൃത്വം നൽകി. പരുവക്കുന്ന് മഹല്ല് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും അബ്ദുൾ റഹ്മാൻ ബാഖവി, പെരുമ്പിലാവ് സെൻട്രൽ മസ്ജിദിൽ സിദ്ദീഖ് റഹ്മാനി, ആൽത്ര മഹല്ല് മസ്ജിദിൽ ഷഫീഖ് അൻവരി, പെരുമ്പിലാവ് അൽ ഫുർഖാൻ മസ്ജിദിൽ ഖാജ സൽഫി എന്നിവർ നേതൃത്വം നൽകി. വലത്തൂർ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷാഫി അൽ ഹൈതമി നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വടുതല ഉള്ളിശ്ശേരി ജുമാ മസ്ജിദിൽ നടന്ന ചടങ്ങിൽ ഖത്തീബ് കമാലി സുബൈർ അൻവരി ഖുതുബ പ്രഭാഷണം നടത്തി. പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റി 4ാം കല്ല് MNT ഹാളിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ഡോക്ടർ സക്കീർ ഹുസൈൻ നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും നേതൃത്വം നൽകി. വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റി 4ാം കല്ല് MNT ഹാളിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ഡോക്ടർ സക്കീർ ഹുസൈൻ നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പെരുന്നാൾ ദിനത്തിൽ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും സംഗമിച്ച് നിസ്കാരം നടത്തി. അതാത് പ്രദേശങ്ങളിലെ ഖത്തീബുമാരും പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പണ്ഡിതന്മാരുമാണ് ഈദിന് നേതൃത്വം നൽകിയത്. അവിയൂർ ജുമാ മസ്ജിദിൽ ഹസൻ ഫൈസി, എടക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ അബൂബക്കർ ലത്തീഫി, കുഴിങ്ങര ജുമാ മസ്ജിദിൽ ഇസ്മായിൽ ഫൈസി, വെട്ടിപ്പുഴ റഹ്മ ജുമാ മസ്ജിദിൽ ഷാക്കിർ ഫൈസി, പനന്തറ ഉരുളുമ്മൽ ജുമാ മസ്ജിദിൽ ഹസൻ ഫൈസി, വടക്കേ പുന്നയൂർ പിലാക്കാട്ടിൽ ജുമാ മസ്ജിദിൽ ഷിഹാബുദ്ദീൻ അസ്ഹരി, കൗക്കാനപ്പെട്ടി ജുമാ മസ്ജിദിൽ സക്കറിയ ഫൈസി, തൊഴിയൂർ പാലേമാവ് ജുമാ മസ്ജിദിൽ മുഹ്യുദ്ദീൻ ദാരിമി, പരൂർ ഞാലിൽ ജുമാ മസ്ജിദ് അഹമ്മദ് കബീർ സഖാഫി, ചെമ്മണ്ണൂർ ജുമാ മസ്ജിദിൽ അലി ദാരിമി, പറയങ്ങാട് ജുമാ മസ്ജിദിൽ ഷറഫുദ്ദീൻ ഫൈസി, എടക്കഴിയൂർ ഗാദ്രിയ ജുമാ മസ്ജിദിൽ ഹാരിസ് ഫൈസി, എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിമ്പ്ര, വയലത്തൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ഷാഫി അൽ ഹൈതമി, മന്നലാംകുന്ന് ജുമാ മസ്ജിദിൽ മൻസൂർ യമാനി, പരൂർ മാഞ്ചിറ മസ്ജിദിൽ ഫൈസൽ സഖാഫി, ചെമ്മണ്ണൂർ വടക്കേക്കുന്ന് മസ്ജിദിൽ ഇസ്മായിൽ സുഹരി, അബാല താഹ ജുമാ മസ്ജിദിൽ സ്വാലി ഫൈസി, മന്നലാംകുന്ന് യാസിൻ മസ്ജിദിൽ നിസാർ ദാരിമി, അണ്ടത്തോട് ജുമാ മസ്ജിദിൽ മുഹമ്മദ് അഷ്റഫി, അകലാട് പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ PT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ ഇലാഹിയ ജുമാ മസ്ജിദിൽ ഹുസൈൻ അഷ്റഫി, അകലാട് റൗളത്തുനമ്പവി മസ്ജിദിൽ ഹാഫിൽ മുഹമ്മദ് ഉവൈസ് ദാരിമി, മന്നലാംകുന്ന് കുന്നത്ത് മസ്ജിദിൽ അഷ്കർ അലി ബദരി, മന്നലാംകുന്ന് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ ലത്തീഫ് ദാരിമി, അകലാട് ഗാദ്രിയ ജുമാ മസ്ജിദിൽ ജാബിർ ഫൈസി, അകലാട് മൊയ്തീൻ പള്ളിയിൽ സയ്യിദ് ഹാഷിം തങ്ങൾ, ഒറ്റീനി മസ്ജിദിൽ ഉമർ ബിൻ ഗത്താബ് ഷരീഫി ഫൈസി, 4ാം കല്ല് ഹാജിയാർ മസ്ജിദിൽ അബൂബക്കർ ഫൈസി, മുത്തുഅമ്മൽ ജുമാ മസ്ജിദിൽ മുസ്തഫ സദി തുടങ്ങിയവർ നേതൃത്വം നൽകി. അണ്ടത്തോട് ഹിറ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈദ് നമസ്കാരത്തിന് അബ്ദുസമദ് അണ്ടത്തോട് നേതൃത്വം വഹിച്ചു. പാലപ്പെട്ടി സലഫി മസ്ജിദിൽ ഇബ്രാഹിം സലഫി, മന്നലാംകുന്ന് കിണർ സലഫി മസ്ജിദിൽ അബ്ദുൾ സലീം, ആൽത്തറ ടൗണിൽ സലഫി മസ്ജിദിൽ ഇബ്രാഹിം ഫുർഖാനി, ചെമ്മന്നൂർ സലഫി മസ്ജിദിൽ അഫ്ലാഖ്, പരൂർ സലഫി മസ്ജിദിൽ ഫാഹിം അൽ ഹിക്കമി തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പടപ്പ് വന്നേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച ഈദ്ഗാഹിൽ താജുദ്ദീൻ മൗലവി, വടക്കേക്കാട് സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ
ഫളലുൽ ഹഖും നേതൃത്വം നൽകി. മന്നലാംകുന്ന് അൽ ഹികമ സലഫി മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് നമസ്കാരം നടത്തി. മാജിദ് സലഫി പട്ടാമ്പി നേതൃത്വം നൽകി. നമസ്കാരത്തിന് ശേഷം പരസ്പരം കെട്ടിപ്പിടിച്ച ഈദ് സന്ദേശങ്ങൾ കൈമാറി മധുരപാനീയങ്ങളും പലഹാരങ്ങളും കഴിച്ചുകൊണ്ടാണ് ഈദുഗാഹുകളിൽ നിന്ന് വിശ്വാസികൾ മടങ്ങിയത്. മമ്മിയൂർ ആൻഡ് മുതുവട്ടൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് CA ലോകനാഥന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. മമ്മിയൂർ സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ മമ്മിയൂർ ആൻഡ് മുതുവട്ടൂർ മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ആന്റോ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൗൺസിലർ ബേബി ഫ്രാൻസിസ്, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ബിബിത മോഹനൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ, നിയോജക മണ്ഡലം ജനറൽ കൺവീനർ ജോജി തോമസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കരാത്തെ രംഗത്തെ അംഗീകൃത അസോസിയേഷനായ കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ഡെറാഡൂണിൽ നടക്കുന്ന ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന തൃശൂർ ജപ്പാൻ കരാട്ടെ അസോസിയേഷനിലെ വിദ്യാർത്ഥികൾക്കുള്ള യാത്രയയപ്പ് നടന്നു. ഊരകം ഡോജോയിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ അക്കാദമി ഓഫ് JKEയുടെ സെക്രട്ടറി സെൻസൈ ലിജോ ടി ജോബ് ദേശീയ മത്സരാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. സെൻസൈമാരായ രഘുനാഥ്, തേജസ്, അബു, എബ്രഹാം പീറ്റർ, വിമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സെൻസൈ ജിബിൻ ലാലിന്റെ കീഴിൽ പരിശീലനം നടത്തുന്ന അഭിനവ് PS, ശ്രീലാൽ MS, അശ്വിൻ A എന്നിവരാണ് ജൂൺ 12 മുതൽ 15 വരെ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 114 രൂപ. ചരമം കൂനമൂച്ചി പുലിക്കോട്ടിൽ ഔസേബ് മകൻ ഡേവിസ് നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം കൂനമൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. റീന ഭാര്യയും ഡെറിൻ മകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ് ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ആയിരക്കണക്കിന് വിശ്വാസികളെത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ സൈന്യത്തിന് ആദരമർപ്പിച്ചും ഗസയിലെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് പിന്തുണ നൽകിയും പ്രമുഖരുടെ പെരുന്നാൾ സന്ദേശങ്ങൾ. ഗുരുവായൂർ നഗരസഭയുടെ ക്യാപ്റ്റൻ ലക്ഷ്മി സ്റ്റേ ഹോം നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 111 ശ്രാദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇത്തവണ ഒരുക്കുന്നത് 20,000 പേർക്കുള്ള സദ്യ. 5,000 പേർക്കുള്ള അരി, അവൽ പാക്കറ്റുകളും ശ്രാദ്ധമധുരവും ഒരുക്കിയിട്ടുള്ളതായും ഭാരവാഹികൾ. സ്കൂബ ഡൈവിംഗിനിടെ ഓക്സിജൻ കുറഞ്ഞു. ദുബായിൽ വേലൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. വേലൂർ ഒലക്കെങ്കിൽ പോളിന്റെ മകൻ 29 വയസ്സുള്ള ഐസക്കാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നവരും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ. എരുമപ്പെട്ടി മങ്ങാട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.